സോ ഫൈനലി നമ്മുടെ പോക്കോ M4 Pro 5G ജസ്റ്റ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ആ ഫോൺ എങ്ങനെയുണ്ട്, അതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, പവർ എങ്ങനെയുണ്ട്, ഇന്ത്യയിൽ എന്നാണ് വരുന്നത്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാണെന്നൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ കുഴപ്പമില്ലാത്തൊരു കിടക്കാച്ചി ഫോൺ തന്നെയാണ്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഫോണിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് നോക്കാം. കാരണം പോക്കോൻ്റെ ഡിസൈൻ എപ്പോഴും എല്ലാ ഫോൺസും പോക്കോ വളരെ വെറൈറ്റി ഉള്ള ഡിസൈൻസാണ് കൊണ്ടുവരാറുള്ളത്. സോ ഇന്നിപ്പോൾ പോക്കോ M4 Pro 5Gയിൽ വന്ന ഡിസൈൻ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയ ഡിസൈൻ പോക്കോ M3ൻ്റെ സെയിം ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബട്ട് ക്യാമറ ബമ്പിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ റെഡ്മി നോട്ട് 10 സീരീസിലുണ്ട് അതിൻ്റെ ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. 8.8 മില്ലിമീറ്ററാണ് നമ്മുടെ ഫോണിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കട്ടി എന്ന് പറയുന്നത് 8.8 മില്ലിമീറ്ററാണ്. അതേപോലെ തന്നെ 195 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കയ്യിലൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിനായിരിക്കും പോക്കോ M4 Pro 5G. പിന്നെ നമ്മുടെ ഈ ഫോൺ വരുന്നത് 3 കളേഴ്സിലാണ്. ഓക്കെ, ഒന്ന് പവർ ബ്ലാക്ക്, അതുപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞത് കൂൾ ബ്ലൂ, മൂന്നാമത്തെ കളറാണ് നമ്മുടെ സ്വന്തം പോക്കോയുടെ സ്വന്തം കളറായ പോക്കോ യെല്ലോ. ഓക്കെ, ഈ ഒരു 3 കളേഴ്സിലാണ് നമ്മുടെ സ്വന്തം പോക്കോ M4 Pro 5G വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ നോക്കാം. പോക്കോ M4 Pro 5Gൻ്റെ ഡിസ്പ്ലേ എങ്ങനെ നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. മറ്റുള്ള സീരീസുകളും വ്യത്യസ്തമായിട്ട് 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ പോക്കോ നൽകിയിട്ടുള്ളത്. 450 നിറ്റ്സാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ. ഓക്കെ, ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് നല്ല രീതിക്കുള്ള ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 90 ഹെർട്സിൻ്റെ ഒരു അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് ആണ്. അതായത് നമ്മൾ യൂസിനനുസരിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. മാക്സിമം 90 ഹെർട്സ് ആണ് നമ്മളെ പോക്കോ M4 Pro 5Gയിൽ സപ്പോർട്ട് ആവുന്ന റീഫ്രഷ് റേറ്റ്. മാത്രമല്ല 240 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഗെയിമേഴ്സിന് കുഴപ്പമില്ലാത്ത രീതിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റുന്ന ഒരു കിടക്കാച്ചി ഫോൺ തന്നെയാണ്, കിടക്കാച്ചി ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ പോക്കോ M4 Pro 5Gയിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 810 എന്നുള്ള ഒരു 5G ചിപ്സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ 6 നാനോമീറ്റർ ആണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ 1200 അതേപോലെ തന്നെ 1100 ആ ലെവലൊക്കെ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണെന്നാണ് നമ്മുടെ സ്വന്തം പോക്കോ അവകാശപ്പെടുന്നത്. 2.4 GHz ഒരു ഒക്ടാ കോർ പ്രോസസ്സറും കൂടിയാണ് ഇത്. സോ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മീഡിയാടെക്കിൻ്റെ 810 5G എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാത്ത ചിപ്സ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്കിതിൽ കിട്ടുന്നത് MIUI 12.5 വരുന്നുണ്ട്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ലെവലും വരുന്നുണ്ട്. MIUI 12.5ൻ്റെ കൂടെ തന്നെ നമുക്ക് ഡൈനാമിക് റാം എന്നാണ് ഒരു കിടിലൻ ഫീച്ചറും കൂടി ഇത്തവണ പോക്കോ M4 Pro 5Gയിൽ വന്നിട്ടുണ്ട്. അതെന്താ ഫീച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 4GB ഫോണാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1GB റാം അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെർച്വൽ റാം എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ 6GB ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 6GB റാമുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 8GB വരെ റാം എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഒരു വെർച്വൽ റാം നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗെയിമും കാര്യങ്ങളും കളിക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ ലാഗും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. അതാണ് ഈ റാം എക്സ്പാൻഷൻ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിൽ വന്നിട്ടുള്ള ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മാലിയുടെ G57 MC2 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് ഒരു കുഴപ്പമൊന്നുമില്ല. പോക്കോ X3നെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. X3 Pro അല്ല കേട്ടോ. അതേപോലെ തന്നെ M3 Proയും വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ആയിട്ട് ക്യാമറയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നല്ലോ. ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോക്കോ ഇറക്കി ഈ ഫോണിൽ വന്നുള്ളത് വെറും ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 2 ക്യാമറ മാത്രമേ പോക്കോയുടെ കൊടുത്തിട്ടുള്ളൂ. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യം. കാരണം ആ മാക്രോ ലെൻസും അതേപോലെ തന്നെ ഡെപ്ത് സെൻസറും ഒരു ആവശ്യമില്ല. ഓക്കെ, വെറുതെ ഒരു ഫോണിനൊരു ഭാരമായിട്ട് അവിടെ വെച്ചെന്ന് എനിക്ക് പറയാം. സോ ആ ഒരു 2 സംഭവം ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ക്യാമറയിൽ നിന്ന്. ഓക്കെ, പകരം ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ട ഒരു 5-6 ക്യാമറ ഒക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു 2 സെൻസേഴ്സ് തന്നെയാണ് ആ ഒരു ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 119 ഡിഗ്രി അൾട്രാ വൈഡ് ക്യാമറയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സാമ്പിൾസ് പോക്കോ ഷെയർ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി നൈറ്റ് മോഡൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് പോക്കോ തരുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ 50 മെഗാ പിക്സലിൻ്റെ സെൻസർ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ആ സാമ്പിൾസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് ഫോൺ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാമറ വ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഒരു 16 MP ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ പോക്കോ M4 Proയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി ബാക്ക് നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, 5000 mAh എന്ന അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ബാക്കപ്പ് ഉള്ള ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി, പ്രോ ചാർജിങ് ഒന്നും അങ്ങനെ എന്താണ് അവർ ലോഞ്ച് ഇവൻറ്റിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും കിടക്കാച്ചി ചാർജിങ് ഫീച്ചറൊക്കെ തന്നെ ഏകദേശം 59 മിനിറ്റ് കൊണ്ട് നമുക്ക് 0 to 100 ആവാൻ പറ്റുമെന്നാണ് പോക്കോ അവകാശപ്പെടുന്നത്.
എന്തായാലും നമുക്ക് ഫോൺ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് ഇതിൽ ഡുവൽ 5G വരുന്നുണ്ട്, അതായത് 2 സിമ്മിൽ നമുക്ക് 5G ആക്സസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 5G ബാൻഡ്സ് അത്യാവശ്യം വരുന്നുണ്ട്, ഒരു 10-12 5G ബാൻഡ്സ് വരുന്നുണ്ടെന്നാണ് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ NFC വരുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ NFC ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തതിൽ NFC സപ്പോർട്ടഡ് ആണ്. പിന്നെ പവർ ബട്ടണിൽ ഒരു കിടക്കാച്ച് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പവർ ബട്ടണിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അതുപോലെ വോളിയം കൂട്ടാനും കുറക്കാനും ലോക്ക് ചെയ്യാൻ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് എന്തിൻ്റെ സ്ക്രീനിൽ വരും. അങ്ങനത്തെ ഒരു പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു പവർ ബട്ടണിൽ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് കൂട്ടാൻ, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, സൗണ്ട് കുറക്കാനൊക്കെ. അങ്ങനത്തെ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വന്നിട്ടുണ്ട്. സോ അവസാനമായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് പ്രൈസ് എത്രയാണ്. ഓക്കെ, പോക്കോ M4 Pro 5Gൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അവർ 2 വേരിയൻ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, 464 അതേപോലെ തന്നെ 628. 464 വരുന്നത് ഏകദേശം 229 യൂറോ ആണ്. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 19,500 രൂപേൻ്റെ അടുത്തുണ്ടാവും. പക്ഷേ അവരൊരു ഏർലി സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 17,000 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 17,000 ആ റേഞ്ചിൽ 17,500 ഈ ഒരു വേരിയൻറ്റിന് വില വരാം. പിന്നെ വരുന്നത് 628 GB ആണ്. അതിന് ഏകദേശം വരുന്നത് $249 ഡോളറല്ല യൂറോ. അത് ഏകദേശം 21,500 ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഏർലി ബേർഡിങ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ളത് 219 യൂറോ ആണ്. അതായത് ഏകദേശം 18,500 രൂപേൻ്റെ അടുത്തായിരിക്കും വരാം. ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു 2 പ്രൈസ് ആവാനാണ് ചാൻസ് കേട്ടോ. ഓക്കെ, 464 17,000 സംതിങ്ങും 17,500, 628 ഏകദേശം 18,500. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലാവാനാണ് ചാൻസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേട്ടോ. ഇനി എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ വേറെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഏകദേശം ഇത്രത്തിനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട. ഇതുപോലത്തെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. സോ പുതിയ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.